കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന ഗ്രാമത്തിലാണ് കോളോത്ത് തട്ടാരത്ത് സുകുമാരൻ എന്ന സുകുമാർ അഴീക്കോട് ജനിച്ചത്. കേരളത്തിലെ പ്രശസ്തനായ സാഹിത്യ വിമർശകനും ഉജ്ജ്വലനായ പ്രഭാഷകനും വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. വർത്തമാനകാല കേരളം നേരിടുന്ന സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്കെതിരെ വാക്കുകൾ കൊണ്ട് പോരാടിയിരുന്ന വാഗ്മിയായിരുന്നു അദ്ദേഹം. പ്രഭാഷണ കലയുടെ കുലപതിയെന്നറിയപ്പെട്ടു. മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടി. പ്രൈമറി തലം മുതൽ സർവകലാശാലാ തലം വരെ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടി. വയലാർ അവാർഡ്, രാജാജി അവാർഡ് തുടങ്ങി അനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രധാന കൃതികൾ: തത്വമസി, മലയാള സാഹിത്യ വിമർശനം, ആശാന്റെ സീതാകാവ്യം, ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു, വിശ്വസാഹിത്യ പഠനങ്ങൾ, രമണനും മലയാള കവിതയും, പുരോഗമന സാഹിത്യവും മറ്റും, ഖണ്ഡനവും മണ്ഡനവും, ഗുരുവിൻ്റെ ദുഃഖം, എന്തിനു ഭാരതാംബെ, ആകാശം നഷ്ടപ്പെടുന്ന ഇന്ത്യ, അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങൾ. ഡോക്ടർ സുകുമാർ അഴീക്കോട് എഴുതിയ നവയാത്രകൾ എന്ന പ്രബന്ധത്തിലെ പത്രനീതി എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. പത്രനീതി എന്നാൽ പത്രത്തിൻ്റെ ധർമ്മം. ജനാധിപത്യം, മനുഷ്യാവകാശം, വ്യക്തിസ്വാതന്ത്ര്യം തുടങ്ങിയവയുടെ കാവൽക്കാരാവേണ്ടവരാണ് പത്രമാധ്യമങ്ങൾ. ഭരണ സംവിധാനങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ പ്രവർത്തിച്ച് അവ തമ്മിലുള്ള വിടവ് നികത്തേണ്ടത് പത്രത്തിൻ്റെ കടമയാണ്. പണ്ടുകാലത്ത് പത്രങ്ങൾ ആ കടമ ഭംഗിയായി നിറവേറ്റിയിരുന്നു. എന്നാൽ ഇന്ന് ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ മാത്രമായി നിലകൊള്ളുന്ന പല പത്രങ്ങളും അഴിമതിക്കും അവിശുദ്ധ കൂട്ടുകെട്ടിനും കുടപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഒരു വ്യവസായം എന്ന രീതിയിലേക്ക് പത്രമാധ്യമം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ലേഖനം 1998 എഴുതിയതാണെന്നാണ് എൻ്റെ അറിവ്. അന്ന് പത്രമാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ അത്രയ്ക്ക് സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളെല്ലാം ഈ ഒരു തട്ടിൽ വരുന്നുണ്ട്. അവയുടെ പ്രവർത്തനവും വിമർശനാത്മകമാണ്. ശ്രീ സുകുമാർ അഴീക്കോട് ഈ മാറ്റത്തെ വിമർശന ബുദ്ധ്യാ വിലയിരുത്തുകയാണ് ഈ ലേഖനത്തിലൂടെ. പത്രനീതി. പത്രങ്ങളെപ്പറ്റി സാധാരണയായി ആളുകൾ നല്ലതേ പറയാറുള്ളൂ. ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് പ്രതിദിന വാർത്താമാധ്യമങ്ങളെക്കുറിച്ചാണ്. പ്രതിദിനം എന്ന് വെച്ചാൽ ദിനം തോറുമുള്ള.